എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: തേങ്ങ, നാരകത്തിൻ്റെ ഇല, ചുവന്ന മുളക്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, ഉപ്പ്, ഉഴുന്ന്, അരി, ഇതൊക്കെയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. കറിവേപ്പിലയും. നമ്മളിന്ന് ഉരുളിയിലാണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിയും ഉഴുന്നും നന്നായി ചുവക്കെ വറുത്ത് കോരുക. പിന്നെ നമുക്ക് മുളക് വാട്ടിയെടുക്കാം. പിന്നെ അതിൽ തന്നെ ഉള്ളി വറുത്തെടുക്കുക. ഇതൊക്കെ വേറെ വേറെ വറുത്ത് കോരുക. നമുക്കിനി തേങ്ങ നന്നായി വറുത്ത് എടുക്കാം. ഉരുളിയിലാകുമ്പോൾ തേങ്ങ കരിഞ്ഞു പോകാതെ നല്ല പാകത്തിന് വറുത്ത് എടുക്കാൻ പറ്റും. അതിലോട്ട് തന്നെ നമുക്ക് നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വറുക്കാം. ഉപ്പ് ചേർക്കാം. ആ സമയത്ത് തന്നെ പുളിയും ഒക്കെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങ ഇതാ ചെറുതായിട്ട് ബ്രൗൺ നിറമാവാൻ തുടങ്ങിയിട്ടുണ്ട്. സിമ്മിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കും. ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും പഞ്ചസാര ചേർക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നന്നായിട്ട് ഇത് തണിയാൻ വയ്ക്കുക. നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ അരിയും ഉഴുന്നും കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അധികം പൊടിയാകാണ്ട് ഇതിലോട്ട് ചേർക്കുക. അരി ഉഴുന്നും പൊടിച്ചത് ക്രിസ്പി ആയിട്ടിരിക്കണം ഇതിൻ്റെ കൂടെ. അപ്പോഴതിൻ്റെ ടേസ്റ്റ് വരിക. എല്ലാവരും ഈ ചമ്മന്തിപ്പൊടി ട്രൈ ചെയ്യണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. താങ്ക് യു.